ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വളരെയേറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ പരമപരിശുദ്ധനായ പരിപാലകനായ രാജാതിരാജനായ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ സർവാത്മന ജീവിതത്തിൽ പകർത്തി മാതൃകകളാകണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളിൽ ഓരോരുത്തരോടും അതർഹിക്കുന്ന ഗൗരവത്തിൽ ശക്തമായ ഭാഷയിൽ വസിയത്ത് ചെയ്യുന്നു, ഉപദേശിച്ചു. പരിശുദ്ധ റമദാനിന്റെ ആദ്യ 10 പിന്നിടുകയും രണ്ടാമത്തെ 10 സമാഗതമാവുകയും ചെയ്തിരിക്കുന്നു. അതിൽ പങ്കാളികളാകാൻ, അതിലെ പുണ്യങ്ങൾ നേടാൻ സാധിച്ചു എന്നത്, അഥവാ അതുമായി ബന്ധപ്പെട്ട ആരാധനകളിൽ മുഴുകാൻ നമുക്ക് സാധിച്ചു എന്നത് വലിയ ഒരു കാര്യമാണ്. അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് ഖേദം പ്രകടിപ്പിച്ച് മടങ്ങുന്നതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുത്ബയിൽ സംസാരിക്കുക. ഖുത്ബയുടെ ശേഷം ഒരല്പസമയം സംസാരം തുടരുകയും ചെയ്യും എന്ന് നിങ്ങളെ അറിയിക്കുക. ഖുത്ബയ്ക്ക് ശേഷമുള്ള ക്ലാസ്സിൽ തിരക്കില്ലാത്തവർക്ക് ഇരുന്ന് കുറച്ചു സമയം കൂടെ കേൾക്കാം എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് 2 സമ്മിശ്രമായ വികാരങ്ങൾ ഉള്ളവനായിട്ടാണ്. ഒന്ന്, തഖ്വയുടെ വശം ആത്മാവിൽ സന്നിവേശിപ്പിച്ചു. മറ്റൊന്ന് ഫുജൂർ, തെമ്മാടിത്തം, പാപം,
തോന്നിവാസം, ഇതെല്ലാമുള്ള അവസ്ഥയും. അതുകൊണ്ടാണ് ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. സൂറത്ത് ശംസിലെ 7 മുതൽ 10 വരെയുള്ള വചനത്തിൽ അല്ലാഹു പറഞ്ഞതാണ്, ആരാണോ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നത്, ആരാണോ ആത്മാവിന് പരിപോഷണം നൽകുന്നത്, അതിനെ വിമലീകരിക്കുന്നത്, അവരാണ് വിജയിച്ചിട്ടുള്ള ആളുകൾ. സഹോദരന്മാരെ, സഹോദരികളെ, നോമ്പിലൂടെ മറ്റൊരു കാലത്തുമില്ലാത്ത മാറ്റം ഇപ്പോ ഇബ്നു ജൗസിയെ പോലെയുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യം, യാക്കൂബ് നബിയുടെ 12 മക്കളെ പോലെയാണ് അള്ളാഹുവിന് 12 മാസം എന്നാണ്. യാക്കൂബ് നബിക്ക് ഏറ്റവും ഇഷ്ടം യൂസുഫിനോടാണ്. 11 മക്കളിൽ യാക്കൂബ് അലൈഹിസ്സലാമിന് ഏറ്റവും ഇഷ്ടം ആരോടാണ്? യൂസുഫിനോടാണ്. അതുപോലെ 12 മാസങ്ങളിൽ ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടം റമദാനാണ്. അതുകൊണ്ടാണ് പൂർവ്വവേദങ്ങളെല്ലാം റമദാനിലാണ് അള്ളാഹു ഇറക്കിയത്. തൗറാത്ത് ഇറക്കിയത്, ഇഞ്ചീൽ ഇറക്കിയത്, സബൂർ ഇറക്കിയത്, സൂഫി ഇബ്രാഹിമ മൂസ, ഇബ്രാഹിം നബിയുടെ ഏടുകൾ ഇറക്കിയത് അത് റമദാൻ 2-ന് ശേഷമാണ്. 8-ന് ശേഷമാണ് മൂസ അലൈഹി ഇസ്ലാമിന്. അങ്ങനെ ഓരോ പ്രവാചകന്മാരുടെയും ഒരു റമദാൻ 24-നാണ് അള്ളാഹു വിശുദ്ധ ഖുർആൻ ഇറക്കിയത്. അപ്പൊ അങ്ങനെ റമദാനിന്റെ വ്യത്യസ്ത മാസങ്ങളിൽ അള്ളാഹു ഖുർആൻ ഇറക്കി. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം റമദാനിനാണ്. ബാക്കിയുള്ള മാസമൊക്കെ അള്ളാഹുവിന്റെ തന്നെ, എങ്കിലും ഏറ്റവും സുവിശേഷമാണ്. യാക്കൂബ് നബിയുടെ 11 മക്കളും അദ്ദേഹത്തിൻ്റെതാണ്, എങ്കിലും യൂസുഫിനോട് സ്നേഹമുള്ളതുപോലെ. അതുപോലെ തന്നെ 11 മാസത്തിന്റെ ന്യൂനത പരിഹരിക്കുന്നത് 12ാമത്തെ മാസം അഥവാ റമദാൻ എന്ന് പറയുന്ന ഒരു മാസമാണ്. 12 മാസത്തില് റമദാൻ ആകുന്ന മാസമാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ബ്രദേഴ്സ് അവരുടെ ഉൽപ്പന്നവുമായി ഈജിപ്തിലെത്തുന്ന രംഗം പറയുന്നുണ്ട് ഖുർആൻ. അത്ര ബെറ്റർ അല്ലാത്ത ഉൽപ്പന്നം കൊടുത്തിട്ട് ബെറ്ററായ ഉൽപ്പന്നം ഇങ്ങോട്ട് വാങ്ങുകയാണ്. അപ്പൊ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ ഉൽപ്പന്നമൊക്കെ അവർക്ക് മടക്കി കൊടുക്കും. ഇത് നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ. എന്നിട്ട് ഏറ്റവും ബെസ്റ്റായ കുറെ ഉൽപ്പന്നങ്ങൾ തിരിച്ചു കൊടുക്കുകയും ചെയ്യും. ഇതുപോലെയാണ് റമദാൻ. 11 മാസത്തിന്റെ ന്യൂനതകളെ പരിഹരിക്കുന്ന ഒരു മാസമാണ് റമദാൻ എന്നും ഇബ്നു ജൗസി അദ്ദേഹത്തിന്റെ വീക്ഷണം അവതരിപ്പിക്കുന്നുണ്ട്. മൂന്നാമതൊരു പോയിന്റ് കൂടെ പറയുന്നത്, യാക്കൂബ് നബിയുടെ കൂടെ 11 മക്കൾ കൂടെയുണ്ട്. ആ 11 മക്കൾക്കും ഡ്രസ്സും ഉണ്ട്. പക്ഷെ അവരാരുടെ കുപ്പായവും യാക്കൂബ് നബിയുടെ കാഴ്ച തിരിച്ചു കൊടുത്തില്ല. യൂസുഫ് നബിയുടെ കുപ്പായമാണ് യാക്കൂബ് അലൈഹി ഇസ്ലാമിന് കാഴ്ച തിരിച്ചു കൊടുത്തത്. അതുപോലെയാണ് 11 മാസം നമുക്ക് ജീവിതത്തിൽ ഉൾക്കാഴ്ച നൽകിയില്ല. പരിശുദ്ധ റമദാനാകുന്ന യൂസുഫ് നമുക്ക് ഉൾക്കാഴ്ച നൽകുന്നു എന്ന് ഇബ്നു ജൗസി പറയുന്നു. അത്രയും ശ്രേഷ്ഠമായ ഒരു മാസത്തിലാണ് നമ്മളുള്ളത്. നമ്മൾ ശരിക്കും കരയാറുണ്ട്. കാരണം എത്ര പെട്ടെന്നാണ് ഇതാ വന്നു ഇതാ പോയി എന്ന് പറയുന്ന ഒരു രൂപമാണ് റമദാനിൽ നമ്മൾ കാണുന്നത്. എത്ര ദിവസം എത്ര പെട്ടെന്ന് നമ്മളൊന്നും അറിയാതെ തന്നെ. മഹാചൂടൊക്കെ ആയിരുന്നു, പക്ഷെ നമുക്കാർക്കും അത് എഫക്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ചിന്തിച്ചു നോക്കണ്ടോ? നമ്മളൊരു സ്ഥലത്ത് നിൽക്കണം, അതിന്റെ പുറത്ത് വേറൊരാൾ നോമ്പുകാരനല്ല എങ്കിൽ അയാൾക്കുള്ള ചൂട് നോമ്പുകാരന് ഉണ്ടാവില്ല. അത് മനസ്സിലാകണമെങ്കിൽ ആ നിലക്ക് മനസ്സൊന്ന് പാകമാണ്. ഒരിഞ്ഞ വെയിലത്ത് 10 ആള് നിൽക്കണം. കുറച്ച് ക്രിസ്ത്യാനികളുണ്ട്, കുറച്ച് ഹൈന്ദവരുണ്ട്, കുറച്ച് മതനിഷേധികളുണ്ട്, 2 നോമ്പുകാരുണ്ടെങ്കിൽ ഈ എല്ലാവർക്കും കിട്ടുന്ന ചൂട് ഒരേ ചൂടല്ല. 8 പേർക്ക് ചൂട് എഫക്ട് ചെയ്യും കൃത്യമായിട്ട്. ആ 2 ചെയ്യില്ല. അതാണ് ആ നോമ്പിന്റെ ഒരു പ്രത്യേകത. ചിന്തിച്ചു നോക്കിയാൽ നമ്മളിങ്ങനെ നമ്മുടെ കൂടെ കുറെ ആളുകൾ യാത്ര ചെയ്യാം. ഒരിക്കൽ കുറഞ്ഞു കഴിയുമ്പോൾ ഒരു ജ്യൂസ് കുടിക്കാൻ ചോദിക്കും. അത് കഴിഞ്ഞ് 1 മണിയാകുമ്പോഴേക്ക് നമുക്ക് ചോറുന്നുണ്ടേ ചോദിക്കും. നമ്മൾ 1 മണിയായാലും 4 മണിയായാലും അത് ആ ബാങ്ക് കൊടുക്കണവരെ നമുക്കൊരു ടെൻഷനില്ല. നമ്മുടെ കൂടെ ഒരു മുസ്ലിം സുഹൃത്തുണ്ടെങ്കിൽ ഓന് നിൽക്കാൻ കഴിയില്ല, റെസ്റ്റ് കുടിച്ച. അതേ നമ്മളും ഓനെപ്പോലുള്ളൊരു മനുഷ്യന്മാരാണ്, നമുക്കുള്ള വയറും. പക്ഷെ വ്യത്യാസം, ആ വ്യത്യാസം വളരെ ഗൗരവപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് ഇനി ഞാൻ പറയുന്ന വാചകങ്ങൾ നിങ്ങൾ വളരെ ഗൗരവമായി ശ്രദ്ധിച്ച് കേൾക്കണം.
പശ്ചാത്തപിച്ച് നമ്മളെന്താണ് കുല്ലു ബനി ആദമ ഖത്താഉ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആദമിന്റെ മക്കളൊക്കെ തെറ്റുപറ്റും. മനുഷ്യരാണോ തെറ്റുണ്ടാവും, പക്ഷേ കുല്ലു ബനി ആദമ ഖത്താഉ വ ഖൈറു അത്താഈന തവ്വാബു. തെറ്റ് പറ്റും എന്നത് അല്ലാഹു പറയും, മനുഷ്യർക്കൊക്കെ തെറ്റ് പറ്റും, പക്ഷേ തെറ്റ് പറ്റുന്നവരിൽ തിരുത്തുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. തെറ്റ് തിരുത്തുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അപ്പൊ തെറ്റ് പറ്റും മനുഷ്യ സഹജമായി. അതിനാണ് അള്ളാഹു, നിങ്ങൾ നോക്കൂ, കല്ല ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. കല്ല ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. കല്ല ഇന്നഹും അൻ റബ്ബിഹിം യൗമൈദിൻ ലമഹ്ജൂബൂൻ. വല്ലാത്തൊരു വാക്യം. 83-ാം അധ്യായത്തിലെ 14-15 വാചകങ്ങളാണ്. പാപക്കറകൾ ചെയ്ത് ചെയ്ത് നിങ്ങളുടെ ഹൃദയം കറുത്തുപോയിരിക്കും. വല്ലാത്തൊരു പ്രയോഗം. പാപങ്ങൾ ചെയ്ത് ചെയ്ത് നിങ്ങളുടെ ഹൃദയങ്ങൾ കറുത്തുപോയിരിക്കും. കല്ല ഇന്നഹും അൻ റബ്ബിഹി യൗമൈദിൻ ലമഹ്ജൂബൂൻ. അതുകൊണ്ട് അല്ലാഹും നിങ്ങൾക്കുമിടയിൽ ഒരു മറയുണ്ടാവും. വല്ലാത്തൊരു കഷ്ടമാണ്. ഇലാ റബ്ബിഹാ നാദിറ എന്നാണ് വേറെ. റബ്ബിലേക്ക് അവർ നോക്കി നോക്കും. ഇവിടെ റബ്ബിനെ തന്നെ കാണാൻ കഴിയില്ല. അവർക്കിടയിലും റബ്ബിനിടയിലും ഒരു മറയാണ് പാപം ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം. അത് വളരെ ഗൗരവമായി നമ്മൾ കാണേണ്ട ഒരു മേഖലയാണ്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, പശ്ചാത്തപിക്കുക എന്ന് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. വിശുദ്ധ ഖുർആനിലെ 66-ാം അധ്യായം സൂറത്തുൽ തഹരീം 8-ാമത്തെ വചനമാണ്. ആ 8-ാമത്തെ വചനത്തിൽ പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങേണ്ട രൂപത്തിൽ കൃത്യമായി നിങ്ങൾ ഖേദിച്ചു മടങ്ങുക എന്നുള്ളതാണ്. അള്ളാഹുവിലേക്ക് ശരിക്കും മനസ്സ് കീഴ്പ്പെടുക എന്നതാണ്. നിങ്ങൾ നോക്കൂ, ഖുർആനിലെ 2-ാം അധ്യായം 54-ാമത്തെ വചനത്തിൽ, വഇദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ഇന്നകും വലംതും അൻഫുസകും ബിത്തിഖാദികുമുൽ ഇജ്ൽ ഫതൂബു ഇലാ ബാരിഇകും ഫഖ്തുലു അൻഫുസകും ദാലികും ഖൈറുൻ ലക്കും ഇൻദ ബാരിഇകും ഫതബ അലൈക്കും ഇന്നഹു ഹുവൽ തവ്വാബുർ റഹീം. എന്റെ സമുദായമേ, കാളക്കുട്ടിയെ ദൈവമായി നിങ്ങൾ സ്വീകരിച്ചത് മുഖേന നിങ്ങൾ നിങ്ങളോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്നു, അന്യായം ചെയ്തിരിക്കുന്നു. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും പ്രായശ്ചിത്തമായി നിങ്ങൾ നിങ്ങളെ തന്നെ നിഗ്രഹിക്കുകയും ചെയ്യുക. നിങ്ങളുടെ സൃഷ്ടാവിന്റെ അടുക്കൽ അതാണ് നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളത്. മൂസ തന്റെ ജനതയോട് ഇത് പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കുക. അനന്തരം അല്ലാഹു നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും അവൻ പശ്ചാത്താപം ഏറെ സ്വീകരിക്കുന്നവനാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തുരിസിന പർവ്വതത്തിൽ പോയി തൗറാത്ത് വാങ്ങാൻ വേണ്ടി. അപ്പോഴേക്ക് സാമിരി അവരെ ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കി അവരാരാധിച്ചു. മനുഷ്യൻ എങ്ങനെയാണ് പെട്ടെന്ന് ശിർക്കിലേക്ക് തെന്നിപ്പോവുക എന്നത് മനുഷ്യ സഹജമാണ്. 40 ദിവസം കൊണ്ടാണ്, വെറും 40 ദിവസം കൊണ്ടാണ് തൗഹീദുള്ളവർക്കും ശിർക്കിലേക്ക് പോയി. ഏറ്റവും കൂടുതൽ കരുതേണ്ടത് ഒരു ചെറിയ നൂല് വ്യത്യാസത്തിൽ ശിർക്ക് വന്നാൽ ഒരു നൂല് വ്യത്യാസത്തിൽ കടന്നു, അവിടെയാണ് മനസ്സ് ശരിക്കും ഉറക്കുന്നത്. അതുകൊണ്ടാണ് അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുൽ അംൻ വഹും മുഹ്തദൂൻ എന്നാണ് പറയുന്നത്. ഖുർആന്റെ 6-ാം അധ്യായം 82-ാമത്തെ വചനമാണ്. അല്ലാഹു പറയുന്നത്, വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ ദുൽമ കലർത്താതിരിക്കുകയും ചെയ്തവരാരോ അവർക്കാണ് നിർഭയം. എന്താണ് ഈമാനിലെ ദുൽമ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 31-ാം അധ്യായം 13-ാമത്തെ വചനം ഓതി സഹാബത്തിനോട് പറഞ്ഞു, ഇന്ന ശിർക ലദുൽമുൻ അദീം. ശിർക അതാണ് ഏറ്റവും ഭയചകിതമായ ദുൽമ. ആ ദുൽമ ഒരിക്കലും ചെയ്യരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഇനി നമുക്ക് വിശുദ്ധ ഖുർആനിലെ മറ്റൊരു വചനം, വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു വചനം, സൂചന മാത്രം നൽകുകയാണ്. 4-ാം അധ്യായം 17 സൂറത്തുൽ നിസാഇൽ അല്ലാഹു പറയുന്നു, ഇന്നമത് തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലൂന സ്സൂഅ ബിജഹാലത്തിൻ സുമ്മ യതൂബൂന മിൻ ഖറബിൻ ഫഉലൈക യതൂബുല്ലാഹു അലൈഹിം വകാനല്ലാഹു അലീമൻ ഹകീമ. പശ്ചാത്താപം സ്വീകരിക്കാൻ,
അള്ളാഹു ബാധ്യതയായി ഏറ്റിട്ടുള്ളത്. ആരുടെ പശ്ചാത്താപമാണ് അല്ല സ്വീകരിക്കുക? അങ്ങനെ അല്ല ബാധ്യത ഏറ്റിട്ടുള്ളത് ആരുടെ പശ്ചാത്താപത്തെയാണ്? അത് പറയണ ഖുർആൻ, അറിവുകേട് നിമിത്തം തിന്മ ചെയ്യുകയും എന്നിട്ട് താമസിയാതെ പശ്ചാത്തപിക്കുകയും ചെയ്തവർക്ക് മാത്രമാണ്. അറിവില്ലാതെ തെറ്റ് ചെയ്തു, തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു, ഉടനെ തിരിച്ചു. അങ്ങനെയുള്ളവരുടെ തൗബയാണ് അല്ല സ്വീകരിക്കുക എന്ന് അള്ളാഹു പറയാം. എന്നിട്ട് അള്ളാഹു പറഞ്ഞ അള്ളാഹു ഏറെ അറിവുള്ളവനും യുക്തിമാനുമാകുന്നു എന്ന്. തുടർന്ന് അതേ അധ്യായത്തിലെ 18 വലൈസത്തി തൗബത്തു ലില്ലദീന യഅമലൂന അസ്സയ്യിആതി ഹത്താ ഇദാ ഹദറ അഹദഹുൽ മൗത്ത് ഖാല ഇന്നി തുബ്തുൽ ആൻ. അതായത് പശ്ചാത്താപം എന്നത് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയും ഒരുപാട് തെറ്റുകൾ ഇങ്ങനെ ചെയ്യാം, വീണ്ടും വീണ്ടും ചെയ്യാം. എന്നിട്ട് മരണമാസന്നമായപ്പോ ഫിറൗന് പറഞ്ഞ പോലെ ഞാൻ ഖേദിച്ചു മടങ്ങുമെന്ന് പറയാം. ഫിറൗന് വെള്ളത്തിൽ മുങ്ങുമ്പോ മലക്കുകളെ കണ്ടു. റസൂൽ പറയാം, മലക്കുകളെ കണ്ടു, മലക്കുൽ മൗത്തിനെ കണ്ടു, റൂഹ് പിടിക്കാൻ. അപ്പൊ അദ്ദേഹം അല്ലാഹുവിൽ വിശ്വാസം പ്രഖ്യാപിച്ചു. ആ വിശ്വാസം സ്വീകാര്യമല്ല. ഒരു തെറ്റ് ചെയ്താൽ ഉടനെ പശ്ചാത്തപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെറിയ സദസ്സിലിരുന്നാൽ പോലും 100 തവണ എന്ന് പറയുന്ന, പടച്ചോനെ എനിക്ക് പുറത്തു തരണമേ, അല്ലാഹുമ്മ എനിക്ക് പുറത്തു തരണേ, വലിവാലിദൈ എന്റെ മാതാപിതാക്കളെ പുറത്തു തരണേ എന്നിങ്ങനെ നിരന്തരമായി. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 വർഷം ദഅവത്ത് നടത്തി. എന്നിട്ട് അവസാനം അദ്ദേഹം അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന രംഗം 71-ാം അധ്യായം 28-ാമത്തെ വചനത്തിൽ പറയും. ഇതിൽ പറയുന്നത് റബ്ബി ഉഗ്ഫിർലി, എനിക്ക് പുറത്തു തരണേ അല്ലാഹ്. റബ്ബി ഉഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹുവേ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ പുറത്തു തരണേ അല്ലാഹ്. പടച്ചവനെ, സത്യവിശ്വാസിയും വിശ്വാസിനിയുമായി കൊണ്ട് ഈ ദീനിലേക്ക്, ഈ ആദർശത്തിലേക്ക്, ഈ കപ്പലിലേക്ക്, തുർക്കത്തുന്നാജിയുടെ കപ്പലിലേക്ക് കടന്നു വന്നവർക്ക് നീ പുറത്തു കൊടുക്കണേ നാഥ എന്ന് ഉള്ളു തട്ടി പ്രാർത്ഥിക്കുക. മൂസാ അലൈഹിസ്സലാം അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുന്നുണ്ട്. നൂഹ് നബി അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുന്നുണ്ട്. ഇവരെല്ലാം അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന അടിമകളായിരുന്നു എന്ന് അല്ലാഹു ആവർത്തിച്ച് പറയുന്നുണ്ട്. ചെറിയ ന്യൂനത പറ്റിയാൽ അവർ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയിരുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോ മരണമാസന്നമാകുമ്പോ ഞാനിതാ പശ്ചാത്തപിച്ചിരിക്കുന്നു എന്ന് പറയുന്നവർക്കുള്ളതല്ല, സത്യനിഷേധികളായിക്കൊണ്ട് മരണമടയുന്നവർക്കുമുള്ളതല്ല. അങ്ങനെയുള്ളവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബാപ്പാക്ക് വേണ്ടി പൊറുക്കലിനെ തേടി. അപ്പൊ അല്ലാഹു പറഞ്ഞു, ആ പൊറുക്കലിനെ തേടൽ തെറ്റായിരുന്നു, പാടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഖുർആൻ 60-ാം അധ്യായം 4-ാമത്തെ വചനത്തിൽ പറഞ്ഞത് എന്താണെന്നറിയോ? ഇല്ല ഖൗല ഇബ്രാഹിം ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം. അല്ലാഹു പറയുന്നു, ഉത്തമമായ മാതൃക ഇബ്രാഹിം നബിയിലും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരിലും ഉണ്ടായിട്ടുണ്ട് എന്ന തത്വം പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു ഇല്ല ഖൗല ഇബ്രാഹിം. ഇബ്രാഹിം നബി പറഞ്ഞ ഈ വാക്കിലൊഴികെ തന്റെ മുശ്രിക്കായ വാപ്പാക്ക് വേണ്ടി പൊറുക്കലിനെ തേടി, അത് പാടില്ല. സൂറത്ത് തൗബ 9-ാം അധ്യായം 113-ാമത്തെ വചനം, 60-ാം അധ്യായം സൂറത്ത് മുംതഹന 4-ാമത്തെ വചനം. അപ്പൊ നമ്മൾ വളരെ ഗൗരവമായ ഒരു പഠനമാണ്, നമ്മൾ ശരിക്കും പഠിക്കേണ്ടതാണ്. അപ്പോൾ അത് പാടില്ല. ഇനി വേറൊരു സ്ഥലത്ത് അല്ലാഹു പറയാണ്, സൂറത്ത് ബഖറയാണ് 159-ാമത്തെ വചനം, 160-ാമത്തെ വചനം. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അല്ലാഹു ഖുർആനിൽ ഈ ആശയം വിവരിച്ചു. ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ്, ജനങ്ങൾക്ക് ശരിക്കും ഖുർആനിലൂടെ അല്ലാഹു ആശയം വിവരിച്ചു. എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക്, എന്താണ് ഹറാമ്, എന്താണ് കുടുംബജീവിതം, എങ്ങനെയാണ് കച്ചവടം നടത്തേണ്ടത്, അങ്ങനെ ഖുർആൻ എല്ലാം പഠിപ്പിച്ചു. അത് മൂടി വെക്കുന്ന ചില പണ്ഡിതന്മാര് ഖുർആൻ പഠിപ്പിച്ചതിനെ മൂടി വെക്കുക. അങ്ങനെ മൂടി വെച്ചാൽ ഉലൈക യൽഅനുഹുമുല്ലാഹ് വയൽഅനുഹുമുൽ ലാഇനൂൻ, അവരെ അല്ലാഹ് ശപിക്കും, ശപിക്കുന്നവരൊക്കെയും അവരെ ശപിക്കും. മലക്കുകളുടെ ശാപം ഉണ്ടാകും. എന്ത് ഒരാദർശം മൂടി വെച്ചാൽ, ഖുർആനിലും സുന്നത്തിലും ഉള്ളൊരു കാര്യം അല്ലാഹ് വ്യക്തമാക്കി പഠിപ്പിച്ച ഒരു കാര്യം തന്നിഷ്ടത്തിനൊന്ന് മറച്ചു വെച്ചാൽ തീർച്ചയായും ശാപം ഏറ്റുവാങ്ങിയിട്ടാണ് അയാൾ മരിക്കുക. എന്നിട്ട് പറയാണ്, അങ്ങനെ അയാള് ചെയ്തിട്ട് പിന്നെ അയാൾക്ക് മനസ്സിലായി. എന്നിട്ട് അല്ലാഹ് പറയുന്നു, ഇല്ലല്ലദീന താബു വഅസ്ലഹു വബയ്യനു ഫഉലൈക അതൂബു അലൈഹി വഅന തവ്വാബുർ റഹീം. വല്ലാത്തൊരു വിവരം. എന്നാൽ പശ്ചാത്തപിക്കുകയും
നിലപാട് എന്താ നിലപാട്? മുമ്പ് പലതും മറച്ചു വെച്ചു, അതായിരുന്നു നിലപാട്. ഇപ്പൊ എന്താ നിലപാട്? ഇനി ഒന്നും മറച്ചു വെച്ചില്ല, അള്ള പഠിപ്പിച്ചത് മുഴുവനും വിവരിച്ചു കൊടുക്കും എന്ന് തീരുമാനിച്ചാൽ അയാളുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുന്നതാണ്. ഞാൻ അത്യധികം പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാവാരിധിയുമാണ് എന്ന് അള്ളാഹു പറയുകയാണ്. സൂറത്തുൽ തൗബയിൽ 9-ാം അധ്യായത്തിൽ 5-ലും 11-ലും ഒക്കെ നമുക്ക് കാണാം. ബഹുദൈവ വിശ്വാസികൾ അവർ പശ്ചാത്തപിച്ച് മടങ്ങി ശിർക്കിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു. ഫൈൻ താബു വഅഖാമുസ്സലാ വആതുസ് സക്കാ ഫഇഖ്വാനുകും ഫിദ്ദീൻ. നോക്കൂ, എന്താ പറയണം സൂറത്ത് തൗബയിലെ 11-ല്. എന്നാൽ അവർ പശ്ചാത്തപിക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും ചെയ്യുന്ന പക്ഷം അവർ മതത്തിൽ നിങ്ങളുടെ സഹോദരങ്ങളാണ്. നിങ്ങളോട് യുദ്ധം ചെയ്തിരുന്ന ബഹുദൈവ വിശ്വാസികൾ തൗഹീദിലേക്ക് വന്നു, നിസ്കാരം നിലനിർത്താൻ ശ്രമിച്ചു, സക്കാത്ത് കൊടുത്തെങ്കിൽ ഇഖ്വാനുകും ഫിദ്ദീൻ, അവർ മതത്തിൽ നിങ്ങളുടെ സഹോദരങ്ങളാണ്. അവരുടെ തൗബ അല്ലാഹു സ്വീകരിക്കുന്നതാണ് എന്ന് അല്ലാഹു പറയാം. ഇനി വളരെ ഗൗരവപ്പെട്ട ഒരു മേഖല അല്ലാഹു ചർച്ച ചെയ്യാം. ഇബാദുർ റഹ്മാന്റെ 9 ഗുണങ്ങൾ വിവരിക്കുകയാണ് അല്ലാഹു. ആ 9 ഗുണങ്ങളിൽ 3 സുപ്രധാനമായ ഗുണങ്ങൾ അല്ലാഹു പറയുകയാണ്. സൂറത്തുൽ ഫുർഖാനിലാണ് 25-ാം അധ്യായം 68, 69, 70, 71 വചനാണ്. ഓർക്കണം, ഈ വചനങ്ങളൊക്കെ പറയുന്നത് നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടിയാണ്, പഠിക്കാൻ വേണ്ടിയാണ്. ഒരുപക്ഷെ ഇനിയൊരു റമദാൻ നമ്മളിലേക്ക് സമാഗതമായിട്ടില്ലെങ്കിൽ, നമ്മുടെ ജീവിതം ഇന്ന് ഫുൾ സ്റ്റോപ്പ് ആകുകയാണെങ്കിൽ, ഇന്ന് നമുക്ക് വിരാമം വീഴുകയാണെങ്കിൽ, ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ തിരശ്ശീലത്താവുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് വളരെ ഗൗരവമായി ഓർക്കണം. അർമാദിച്ച് സന്തോഷിച്ച് ആഹ്ലാദിച്ച് എല്ലാം മറന്നു കളിക്കുന്നതിനിടയിൽ ഒരു ചെറിയ നെഞ്ചുവേദന വന്ന് കൊണ്ടുവന്ന വഴിയിൽ എത്തിയിട്ടില്ല, തലശ്ശേരിക്ക് അങ്ങോട്ട് എത്തിയിട്ടില്ല, സഹകരണ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് നമ്മളങ്ങ് മരിച്ചു പോയാൽ അത് എപ്പോഴും ഓർക്കണം, അല്ലെ? അത് ഓർക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയും? ശരിക്കുള്ള ഒരു വിശ്വാസി ധാരാളമായി ഓർക്കട്ടെ. പെട്ടെന്ന് വരുന്ന മരണം, ഈ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരെ പോലെ, ഒരു അപരിചിതരെ പോലെ നമ്മൾ ഈ ലോകത്തൊന്ന് യാത്ര പോകേണ്ടവരാണ് എപ്പോഴും. അതുകൊണ്ട് എല്ലാ രംഗവും പരിശുദ്ധമാകണം. ഇനി നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ വമൻ യഫ്അൽ ദാലിക യൽക അസാമാ. സൂറത്തുൽ ഫുർഖാനിലെ 68 പറയാണ്, അല്ലാഹുവിനോടൊപ്പം വല്ലാത്തൊരു പ്രയോഗമാണ്. പടച്ചോനെയും വിളിക്കുക, പടപ്പുകളെയും വിളിക്കുക. ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് പറയും. ബദർ 17 വരാൻ പോവുക. ഞാൻ എന്റെ ഖുതുബയ്ക്ക് ശേഷം ബദറാണ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചൊരു മാറ്റർ. കുറച്ചു സമയം, വളരെ ചുരുങ്ങിയ സമയം എല്ലാവരും ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഖുതുബയ്ക്ക് ശേഷം നമുക്ക് കേൾക്കാം. ഏതായിരുന്നാലും ഇവിടെ അല്ല പറയുന്നത്, ഈ ഇബാദുർ റഹ്മാൻ ഒരിക്കലും അല്ലാഹു അല്ലാത്തവരോട്, പടച്ച തമ്പുരാനല്ലാത്തവരോട് ഒരിക്കലും പ്രാർത്ഥിക്കുകയില്ല. രണ്ടാമത്തത് പറയുന്നത്, അവർ അന്യായമായി കൊല ചെയ്യുകയില്ല. മൂന്നാമത്തത്, അവർ വ്യഭിചരിക്കുകയില്ല എന്നാണ് പറയുന്നത്. അവർ വ്യഭിചരിക്കില്ല, അല്ലല്ലാത്തവരെ വിളിച്ച് ദുആ ചെയ്യില്ല. അപ്പൊ പള്ളിയിൽ മഗ്‌രിബിന് അള്ളാഹിനോട് വിളിക്കും, പിന്നെ അതേ പള്ളിയിൽ ഖുതുബിയത്ത് ഉണ്ടാവും. ആ ഖുതുബിയത്തിൽ 1000 വട്ടം വൈദീശനെ വിളിക്കും. അങ്ങനെ വിളിക്കാത്തവരാണ് ഇബാദുർ റഹ്മാൻ എന്നാണ് അള്ളാഹ് പറയുന്നത്. അങ്ങനെ വിളിക്കുന്നവരാണ് എന്നല്ല, അങ്ങനെ വിളിക്കാത്തവരാണ് ഇബാദുർ റഹ്മാൻ എന്നാണ് അള്ളാഹ് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, അന്യായമായ ഒരാളെ കൊണ്ടുവന്നു. ചെറിയ ചെക്കനെ കൊന്നില്ലേ? ഞാൻ ആ വീട്ടിലൊക്കെ പോയ ആളാണ്. നമ്മുടെ മക്കളുടെ ഒരവസ്ഥ, മുസ്ലിം സമുദായത്തിന്റെ ഒരു അവസ്ഥ, കഴിഞ്ഞ 3 ആഴ്ച, നോമ്പ് തുടങ്ങിയിട്ടുള്ള 3 ആഴ്ചയാണ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ കുറ്റകൃത്യം ചെയ്യുന്നത്. വല്ലാത്തൊരു അവസ്ഥയാണ്, ഭയങ്കരമായ ഭീകരമായ ഒരവസ്ഥയിലേക്കാണ് ഈ ഉമ്മത്ത്. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലെ പൂനൂര് ഉള്ളിയിലേക്ക് ഉത്സവമാണ്. മഗ്‌രിബ് മുതൽ ഉത്സവമാണ്. ടെന്റ് കെട്ടി അവിടെ ആണും പെണ്ണും മോരും മുതിര വെച്ച പോലെ DJ വെച്ചിട്ട് അവിടെ എന്തോ ഒരു കുൽക്കിസോടെ ഭയങ്കര. ഞാൻ ഇന്നലെ പൊട്ടിത്തെറിച്ചു. സത്യം പറഞ്ഞാല് ഈ ഉമ്മത്തിനെ കുറിച്ച് ആലോചിച്ചാൽ ഒതുക്കല്ല. ഇവിടെ അല്ല പറയണത്, അന്യായമായി കൊല്ലാത്തവരും വ്യഭിചരിക്കാത്തവരുമാണ് അവർ. അങ്ങനെ എങ്ങാനും വല്ലവനും ഈ പ്രവൃത്തി ചെയ്താൽ തീർച്ചയായും വലിയ ശിക്ഷ അവൻ ഇതിന്റെ പേരിൽ കണ്ടെത്തുമെന്നാ പറയുന്നു. എന്നിട്ട് പറഞ്ഞു, ഉയർന്ന എത്തിൽപ്പിന്റെ നാളിൽ
അവന് ശിക്ഷ ഇരട്ടിയാക്കപ്പെടുകയും നിന്ദ്യനായിക്കൊണ്ട് അവൻ എന്നും അതിൽ കഴിച്ചു കൂട്ടുകയും ചെയ്യും. ഇനി പറയുന്ന കാര്യം ചിന്തിച്ചോളൂ. 3 കാര്യങ്ങൾ പറഞ്ഞു. 3 കാര്യങ്ങളിൽ ഒന്ന്, അല്ലാത്തവരോട് അവർക്ക് ഒരിക്കലും പ്രാർത്ഥിക്കില്ല. 2, അവർ കൊല്ലില്ല ആളുകളെ. 3, അവർ വ്യഭിചരിക്കില്ല. ഇനി അഥവാ അങ്ങനെ സംഭവിച്ചാൽ ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സ്വാലിഹ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വകാനല്ലാഹു ഗഫൂറർ റഹീമ. പശ്ചാത്തപിക്കുകയും വിശ്വസിക്കുകയും. എന്താ അങ്ങനെ പറഞ്ഞേ? പശ്ചാത്തപിക്കുകയും വിശ്വസിക്കുകയും എന്നിവിടെ പറഞ്ഞേ. അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ശിർക്കാണ്. അപ്പൊ ഷഹാദത്ത് കലിമ വീണ്ടും ചൊല്ലി ഇസ്ലാമാകണം. അതുകൊണ്ടാണ് ഈമാൻ ഉൾക്കൊള്ളുകയും എന്നിട്ട് വഅമലു സ്വാലിഹാത്ത്, അമലു സ്വാലിഹാത്ത് ചെയ്യുകയും ചെയ്താൽ വല്ലാത്തൊരു വാക്കാണ്. ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വകാനല്ലാഹു ഗഫൂറർ റഹീമ. അല്ലാഹു പറയാണ്, അവരുടെ പാപങ്ങളൊക്കെ ബോർഡിൽ ഡസ്റ്റർ വെച്ച് മായ്ക്കുന്ന പോലെ അവരുടെ പാപങ്ങൾ മുഴുവനും മായ്ച്ചു കളഞ്ഞ് പകരം അവിടെ നന്മകൾ എഴുതി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മലക്കുകൾ നമ്മുടെ പേരിൽ എഴുതി വെച്ച തിന്മകൾ അല്ലാഹു മായ്ച്ചു കളയും. എങ്ങനെ? പശ്ചാത്തപിക്കുകയും ഈമാൻ ഉൾക്കൊള്ളുകയും ഇനി ഒരിക്കലും അത്തരം തെറ്റ് ചെയ്യില്ലെന്ന് തീരുമാനിക്കുകയും കണ്ണുനീർ വാർത്തുകൊണ്ട് അള്ളാഹുനോട് പറയും. ഈ താവ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ ഒരുപാട് പാട്ടുപാടിയാളാണ്. അതിൽ അദ്ദേഹത്തിന്റെ 2 വരി ഇങ്ങനെയാണ്: തെറ്റുകൾ കൂമ്പാരമായി നീ ചെയ്താലും നീട്ടുന്ന കൈകൾ തട്ടാത്ത റബ്ബ, പിന്നെയും എത്ര തന്നെ പാപം ചെയ്താലും അള്ളാഹുലേക്ക് നീ കൈ നീട്ടിയാൽ ഒരിക്കലും അള്ളാഹു തട്ടുകയില്ല എന്നാണ് വരിയുടെ അർത്ഥം. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഈ നരകത്തിന്റെ കവാടങ്ങൾ പൊട്ടിയടക്കപ്പെട്ട് സ്വർഗത്തിന്റെ 8 വാതിലുകൾ, നരകത്തിന് 7 വാതിലുകളാണ്, സ്വർഗത്തിന് 8 വാതിലുകളാണ്. ആ സ്വർഗത്തിന്റെ 8 വാതിലുകളും തുറന്നു വെക്കുന്ന ഒരു സമയമാണത്. നോക്കൂ, ഒരു ഖുർആന്റെ വചനം കേട്ടോളൂ. 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 133, 134, 135 വചനം. ഖുർആനാണല്ലോ നമ്മൾ പറയേണ്ടതും ജനങ്ങളെ പഠിപ്പിക്കേണ്ടതും. ആ വാചകം ഒന്ന് കേട്ടു നോക്കിയേ. വസാരിയു, അല്ല പറയണം, വസാരിയു, വേഗം വാ. വല്ലാത്തൊരു കരുണയാണ്. അല്ല പറയാം, വേഗം വാ. ബഷീറെ, ജുബൈറെ, അബ്ദുൽ ഖാദറെ, നാസറെ, സുബൈദ, ഫാത്തിമ, വേഗം വാ. എങ്ങനെ? ഇലാ മഅ്ഫിറത്തിൻ മിർ റബ്ബിക്കും, റബ്ബ് നിനക്ക് പുറത്തു തരുന്നതിലേക്ക് വേഗം വാ. നീ എന്തിനാ അങ്ങനെ കാലതാമസം എടുക്കുന്നത്? എന്തിനാ പാപത്തിൽ നിൽക്കുന്നത്? വേഗം വാ. എന്നിട്ട് പറയാണെന്ത്? വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള്, ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്ക് വാ. ആ പരാമർശത്തെ കുറിച്ച് ഞാൻ 1 മിനിറ്റ് എടുത്തൊന്ന് പറഞ്ഞോട്ടെ. ആകാശഭൂമികളുടെ വിശാലത, ഭൂമിയുടെ വിശാലത, വിസ്തീർണമൊക്കെ നമുക്കൊക്കെ അറിയാം. ആകാശത്തിന്റെ ആർക്കാ അറിയണത്? ഒരു ചെറിയ ഉദാഹരണം പറയാം. 13.5 ലക്ഷം ഭൂമി. എത്ര? നമ്മൾ ഈ വസിക്കുന്ന ഭൂമിയെ 13.5 ലക്ഷം ഭൂമി കൊണ്ടുപോയി വെക്കാം സൂര്യനില്. 13.5 ലക്ഷം ഭൂമി കൊണ്ടുപോയി വെച്ചാലും സ്പേസ് ബാക്കിയായിരിക്കും. ആ സൂര്യന്റെ 10 ഇരട്ടി വലുപ്പമുള്ള നക്ഷത്രമുണ്ട്. മോഡേൺ സയൻസ് ഒന്നുകൂടി ചിന്തിച്ചേ. 13.5 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള സൂര്യൻ, ആ സൂര്യന്റെ 10 ഇരട്ടി വലുപ്പമുള്ള നക്ഷത്രങ്ങൾ. അപ്പൊ 13.5 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുണ്ട് നക്ഷത്രത്തിന്. അങ്ങനെയാണെങ്കിൽ 10,000 കോടി നക്ഷത്രങ്ങളുള്ള ഒരു കുടുംബം, ഒരു കുടുംബത്തിൽ തന്നെ 10,000 കോടി നക്ഷത്രം. അങ്ങനെയുള്ള 10,000 കുടുംബം, എങ്ങനെ? 10,000 കുടുംബം, ഓരോ കുടുംബത്തിലും 10,000 കോടി നക്ഷത്രം. 10,000 കോടി കുടുംബത്തിലെ ഓരോ 10,000 കൂട്ടി നോക്കിയേ. അതാണെന്ന് മോഡേൺ സയൻസ് മാക്സിമം കണ്ടെത്തിയിട്ടുള്ള ആകാശ ലോകം. അല്ല പറയണത് അത് മാത്രം ആകാശം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ല, അത്രയും വലിയ ഒരു സ്വർഗത്തിലേക്കാണ് അള്ളാഹു നമ്മളെ ക്ഷണിക്കുന്നത്. അതിന് അള്ളാഹ് ഉപയോഗിച്ച പദം നോക്കൂ, വസാരി. എന്തിനാ കാത്തിരിക്കും? വാ, ഇബാദത്തിലേക്ക് വാ, നിസ്കാരത്തിലേക്ക് വാ, ഖുർആൻ പഠനത്തിലേക്ക് വാ, നന്മ ചെയ്യാൻ വാ, സത്കർമ്മവും സക്കാത്തും ചെയ്യാൻ വാ. ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗമാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. വഈദത്തിൽ മുത്തഖീൻ, സൂക്ഷ്മത പുലർത്തുന്നവർക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അടുത്ത പോയിന്റ് പറയാണ്, ഈ സ്വർഗം ആർക്കാണ്? അതൊന്ന് കേട്ടോളിട്ട്. ഈ സ്വർഗം ആർക്കാണ്? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വൽദറാഇ വൽകാളിമീനൽ ഗൈള വൽആഫീന അനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. വല്ലാത്തൊരു വിവരണം. അതായത് പൈസ ഉള്ളപ്പോഴും അല്ല പറയാണ്,
കുറച്ച് പ്രയാസമുള്ള ഒരു സമയത്തും പൈസ ഉള്ള സമയത്തും അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനധർമ്മം ചെയ്യുന്നവരും, സമ്പത്തുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ദാനധർമ്മം ചെയ്യും. ഇല്ലാത്തപ്പോ ദേഷ്യമൊന്നും പിടിക്കില്ല. വരീൻ, ഇരിക്കും. വീട്ടില് നോമ്പിനൊക്കെ ഒരുപാട് ആളുകൾ വരും. നമ്മളോടൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കും. സെലഫുകളുടെ ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാം. സെലഫുകൾ ചെയ്തിരുന്നത് എങ്ങനെയാണ്? സെലഫുകൾ സുബൈ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിലെ കൊലായിൽ ഇരുന്നിട്ട് നടയിലേക്ക് നോക്കുന്ന, ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു വരുന്നോ, ആരെയും കണ്ടിട്ടില്ലെങ്കിൽ സെലഫുകൾക്ക് ദുഃഖമായിരുന്നു. നമ്മളോ പടച്ചോനെ എന്ന് കഴിച്ചിലായി, ആരുമില്ല. അങ്ങനല്ല. എന്നിട്ട് സെലഫുകൾ പറയുമായിരുന്നു, ഒരാളിങ്ങനെ വരുമ്പോ അവരോട് പറയുന്നൊരു വാചകമുണ്ട്. ഒരു സലാം പറയും, മടക്കിയ പറയും, മർഹബ മർഹബ, വരൂ, എനിക്ക് പുണ്യത്തിന് കാരണക്കാരനായവനെ വരൂ, സ്വാഗതം. എനിക്ക് പുണ്യത്തിന് കാരണക്കാരനായവനെ സ്വാഗതം. ഒരാൾ ചോദിച്ചു വരുമ്പോ നമുക്ക് പുണ്യം കിട്ടാനാണ്. അയാൾക്ക് കൊടുത്തത് കഴിഞ്ഞു, പക്ഷെ കൂലി ആർക്കാ? നമുക്കാ. അയാൾക്ക് കൂലിയില്ല, കൂലി നമുക്കാ. അതുകൊണ്ട് ഒരാൾ എന്ത് വിചാരിക്കണ്ട, ഞാൻ ഓനാ കൊടുക്കണേ. അതുകൊണ്ടല്ലേ അള്ളാഹ് പറഞ്ഞത്, വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ ഫലിയൻഫുസികും വമാ തുൻഫിഖൂന ഇല്ലാ ഇബ്തിഗാഅ വജ്ഹി. ഖുർആനിലെ 2-ാം അധ്യായം 272 പറയാൻ, വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ, നീ എന്ത് ചെലവഴിക്കുകയാണെങ്കിലും അത് നിനക്കുള്ളതാണ്, നിനക്ക് വേണ്ടിയാണ്, വേറെ ആർക്കും വേണ്ടിയല്ല. ബാപ്പാനെ നന്നാക്കാനോ ഉമ്മാനെ നന്നാക്കാനോ, നിനക്ക് വേണ്ടിയാണ്. കൊടുത്തോ. ഒട്ടകക്കുട്ടിയെ ഉള്ളം കൈയിൽ വെച്ച് വളർത്തുന്ന പോലെ. നിങ്ങൾ അടുത്ത വാചകം എന്താ പറയുന്നതോ, വൽ ഖാദിമീനൽ ഗൈദ വൽ ആഫീന അനിൻ നാസ്. അവർക്ക് എന്തൊക്കെ ഗുണം ഉണ്ടാകുക? സമ്പത്തുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും കൊടുക്കും. കോപം ഒതുക്കി വെക്കും. കോപം വരൂലെന്നല്ല, കോപം വരൂലെന്ന് ഖുർആൻ പറഞ്ഞാൽ ഖുർആൻ ദൈവീകമല്ല. കോപം വരും. അള്ളാഹ് പറയുന്നത് കോപം ഒതുക്കി വെക്കുന്നവനാണ് മുഅ്മിൻ. എന്നിട്ട് അള്ളാഹ് പറയുന്നറിയോ, ജനങ്ങൾക്കൊക്കെ മാപ്പ് കൊടുക്കും. സാരല്ല, പോട്ടെ, സാരല്ല, വിട്ടുകള. എന്നിട്ട് എന്താ പറയുന്നറിയോ, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. ആ മുഹ്സിനീങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ആകാശഭൂമികൾ റബ്ബിന്റെ ഇഷ്ടം കിട്ടിയവരാണ്. അടുത്ത വാചകം എന്താ പറയുക? തുടർന്ന് പിന്നെ പറയുന്നത്, അവർക്കൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? സമ്പത്തുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ചെലവഴിക്കും, കോപം വരുമ്പോൾ ഒതുക്കി പിടിക്കും, ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കും. ഒരു ഗുണം കൂടി ഉണ്ട് അവർക്ക്. അതെന്താണ്? വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. 3-ാം അധ്യായം 135. അതിനെന്താ പറയണമെന്നറിയോ? വല്ല നീചകൃത്യവും സ്വന്തത്തോട് ചെയ്തു പോയാൽ, പലിശക്ക് വാങ്ങി, പലിശക്ക് കൊടുത്തു, അല്ലെങ്കിൽ സ്വവർഗരതിയിൽ ഏർപ്പെട്ടു, അല്ലെങ്കിൽ ലെസ്ബിയനായി, അല്ലെങ്കിൽ വ്യഭിചരിച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു തിന്മ ചെയ്തു, ഒരാളുടെ പണം മോഷ്ടിച്ചു, ഇങ്ങനെ ഏത് നിലക്കും സ്വന്തത്തോട് വല്ല ദ്രോഹവും ചെയ്തു പോയാൽ അള്ളാഹുവിന് ഓർമ്മ വരികയും, അള്ളാഹ് പറയാം, തെറ്റ് ചെയ്തു, പെട്ടെന്നാണ് കുറ്റബോധം ഉണ്ടായത്. കാരണം വമാ ഉബലി നഫ്സി ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂ. 12-ാം അധ്യായം 53-ാമത്തെ വചനം. മനുഷ്യന്റെ മനസ്സ് തെറ്റിലേക്ക് ചായുന്നതാണ്. ഇല്ലാ മാ റഹിമ റബ്ബി, റബ്ബിന്റെ കാരുണ്യം ലഭിച്ചവർ ഒഴികെ. യൂസുഫ് നബിന്റെ വാചകമായിട്ടും സുലേഖയുടെ വാചകമായിട്ടും സൂറത്ത് യൂസുഫ് കൊടുത്ത വാചകമാണ്. അപ്പൊ വ്യഭിചാരത്തിലേക്ക് പോകും ആര്? പടച്ചോന്റെ റഹ്മത്തിന്ന് പിടുത്തം വിട്ടൂലേ. അതിപ്പോ നമ്മുടെ ഈ ആയത്ത് വെച്ചിട്ടൊരു ദുആ ഉണ്ട്. ആ ദുആ എന്താന്ന് വെച്ചാൽ, പടച്ചോനെ നിന്റെ കാരുണ്യം ലഭിച്ചവർ ഈ ഷെറിന്ന് രക്ഷപ്പെടുന്നു പറയുന്നത്. ആ കാരുണ്യം ലഭിച്ചവരുടെ കൂട്ടത്തിൽ നീ എന്നെയും കൂടി ഉൾപ്പെടുത്തണേ റബ്ബേ എന്ന് നിരന്തരമായി പ്രാർത്ഥിച്ചു. ഏത് നിമിഷവും തെറ്റിലേക്ക് വഴുതി വീണു പോകും. അങ്ങനെയാണ് ഇന്നത്തെ ലോകം. ഇന്നത്തെ വാട്സപ്പിന്റെ, ഫേസ്ബുക്കിന്റെ, കോണ്ടാക്റ്റിന്റെ, പെണ്ണുങ്ങള്, സ്ത്രീകൾ പ്രത്യേകിച്ചും ആണുങ്ങളെ വശീകരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഒരു ലോകത്താണ്. ആണിനേക്കാൾ കഷ്ടമാണ് സ്ത്രീകൾ എന്നതാണ് പുതിയ പഠനങ്ങളൊക്കെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് നമ്മൾ ആലോചിച്ചു. എന്നിട്ട് അള്ളാഹ് പറയാണ്, വലം യുസിറു അലാമാ ഫഅലൂ വഹും യഅലമൂൻ. തെറ്റുപറ്റി അയാൾ ഉടനെ അള്ളാഹിനോടത്ത് അള്ളാഹിനോട് പൊറുക്കലിനെ തേടി. എന്നിട്ട് അള്ളാഹ് ചോദിക്കുകയാണ്, അല്ലാതെ ആരാ നിങ്ങൾക്ക് പാപം കൊടുക്കാൻ? അല്ലാതെ ആരാ നിങ്ങൾക്ക് പുറത്തു തരാൻ? അതുകൊണ്ട് അള്ളാഹുവിലേക്ക് എതിച്ചു മടങ്ങിക്കൊള്ളി. എന്നിട്ട് അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെ അറിയോ? വലം യുസിറു അലാമാ ഫഅലൂ വഹും യഅലമൂൻ. അറിഞ്ഞുകൊണ്ട് ആ തെറ്റ് പിന്നെ അയാൾ ഉറച്ചു നിൽക്കൂല. തെറ്റാണ് ബോധ്യായി, പിന്നെ അയാൾ ആ തെറ്റ് ചെയ്യൂല. അയാൾ അതിൽ നിന്ന് പശ്ചാത്തലം മടങ്ങും. അവർക്കുള്ളതാണ് ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം. ഈ ആയത്തിന്റെ ലമീർ മടങ്ങുന്നത് 3-ാം അധ്യായം 133-ലേക്കാണ്. ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം ലഭിക്കുന്നത് ആർക്കാണ്?
തെറ്റുപറ്റിപ്പോവുകയും അത് ഓർമ്മ വരികയും തിരുത്തുകയും പടച്ചവനിലേക്ക് മടങ്ങുകയും ചെയ്യുന്നവർക്ക് തീർച്ചയായും ഈ സ്വർഗം ലഭിക്കും. അത്തരത്തിലുള്ള സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾച്ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എണ്ണപ്പെട്ട ദിനങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട്ടിൽ ജീവിച്ച ഒരുപാട് തെറ്റ് ചെയ്ത മനുഷ്യന്മാര്, ഒരുപാട് തെറ്റ് ചെയ്ത ആളുകൾ, ആ ആളുകൾ ഇങ്ങനെ പറഞ്ഞു, പഠിച്ചു നമുക്ക് പുറത്തു തരൂല, അതിന് മാത്രം തെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് നബീന്റെ അടുത്ത് വന്നിട്ട് അവർ സംസാരിക്കാൻ. ഇല്ല നബിയെ, ഞങ്ങൾക്ക് അല്ല ഒരിക്കലും പുറത്തു തരില്ല. എങ്ങനെ പൊറുക്കാനാണ്? ആകാശം മുട്ട പാപം ചെയ്തിട്ടില്ല, ഞങ്ങള് പാപമേ ഉള്ളൂ, എടുത്തു പറയാൻ നന്മകളൊന്നുമില്ല. എങ്കിൽ എങ്ങനെ അല്ല ഞങ്ങൾക്ക് പുറത്തു തരും? ആ സമയത്ത് അല്ല അവതരിപ്പിച്ച ഒരായത്തുണ്ട്, ഇതിനോടും വലിയ ആശ്വാസമുള്ള ഒരായത്ത്. ഒന്ന് കേട്ടു നോക്കിയേ. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. എന്റെ അടിമകളോട് പറ, സ്വന്തം ആത്മാക്കളോട് ഒരുപാട് തെറ്റുകൾ ചെയ്തവരോട് പറ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാകരുത് എന്ന് പറ. അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാകരുത് എന്ന് അവരോട് പറ. എന്നിട്ട് പറയാണ്, തീർച്ചയായും അവരുടെ എല്ലാ പാപങ്ങളും അല്ല പൊറുക്കുന്നതാണ്. തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. എന്തൊരു വാക്കാണ്! അല്ല ഏറെ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ്. സഹോദരങ്ങളെ, പടച്ചതമ്പുരാൻ ആകാശത്ത് രാത്രിയുടെ മൂന്നാമത്തെ അവസ്ഥയിൽ, അതായത് രാത്രിയുടെ ഏറ്റവും ഒടുവിലത്തെ ഘട്ടത്തിൽ, ആ സമയത്ത് ആകാശത്തിലേക്ക്, ഒന്നാം ആകാശത്തിലേക്ക് അല്ലാഹു ഇറങ്ങി വരും. എന്നിട്ട് പറയും, എന്നോട് പൊറുക്കലിനെ തേടുന്നവരാരാ ഉള്ളത്? തേടിക്കോളൂ, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും. നോക്കൂ, ഒരു വാചകമുണ്ട് ഖുർആനിലെ 51-ാം അധ്യായം 20, 21, 17, 18 വചനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വാചകം ഇങ്ങനെയാണ്: ഖാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽഅസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. അല്ലാഹു പറയാണ്, അവർ രാത്രി കുറച്ചേ ഉറങ്ങൂ. എന്താ ഉറങ്ങാത്ത? മൊബൈലിൽ കളിക്കുക അല്ല. ഇന്നത്തെ കാലത്ത് നമ്മൾ എന്താ പറയാ, രാത്രി അവർ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഉറങ്ങുക. എന്താ കാരണം? മൊബൈലിൽ കളിക്കുകയാണ്. അല്ലാഹു പറയുന്നത് എന്താ അറിയോ? ആ ഇബാദുർ റഹ്മാൻ ഒരു പ്രത്യേകത ഉണ്ട്, രാത്രി വളരെ കുറച്ച് ഉറങ്ങുന്നവരാണ്. എന്നിട്ട് പറയാണ്, വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, അള്ളാഹിനോട് പൊറുക്കലിനെ തേടിക്കൊണ്ടേയിരിക്കും. ആനാ ഇല്ലൈലി സാജിദൻ വഖായിമ, ആനാ ഇല്ലൈലി സാജിദൻ വഖായിമ. രാത്രിയിൽ അവർ അള്ളാഹുവിനോട് മനസ്സ് തുറന്നു അവർ പറയും. അബൂ ഹുറൈറയുടെ വീടിനെ പറ്റി പറയുന്നിടത്ത് ഒരു വാചകം ഇങ്ങനെ കാണാം: എന്നും ഒരു വിളക്ക് രാത്രി അദ്ദേഹത്തിന്റെ വീട്ടിൽ സുബൈ വരെ കത്തിക്കൊണ്ടിരുന്നു. എന്തിനാണ് ആ വിളക്ക്? അബൂ ഹുറൈറക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ. ആ തഹജ്ജുദ് പൂർത്തിയാകുമ്പോൾ, അവസാനത്തെ വിത്റിലെത്തുമ്പോ ഭാര്യനെ വിളിക്കും, എണീക്ക്, നിസ്കരിക്ക്, മുഖത്ത് വെള്ളം കൊടയും, വാ എഴുന്നേക്ക്. ആനാ ഇല്ലൈലി സാജിദൻ വഖായിമ. ഭാര്യ നിസ്കരിക്കും. അത് പൂർത്തിയാകുമ്പോ മകളെ വിളിച്ചോ, മോളെ എഴുന്നേക്ക്, നിസ്കരിക്കും. അതായിരുന്നു ആ വീട്. നമ്മുടെ വീടും അങ്ങനെയാവണം. തോന്നിവാസങ്ങളിൽ മുക്തമായി അള്ളാഹിനെ ഓർക്കുന്ന, എപ്പോഴും അള്ളാഹുലേക്ക് മടങ്ങുമെന്ന് വിചാരിക്കുന്ന ഒരവസ്ഥയായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സുപ്രധാനമായ കാര്യം നിങ്ങളോട് ആവശ്യപ്പെടുന്നത്, ഇതുപോലെ ഒരു സ്ലിപ്പ് നമസ്കാരത്തിന് ശേഷം നിങ്ങൾക്ക് നൽകപ്പെടും. നിങ്ങളത് നോക്കി വായിച്ച്, നമ്മളിവിടെ സോളാർ ഫിറ്റ് ചെയ്താൽ നമുക്ക് ഒരുപാട് വൈദ്യുത ലാഭം കിട്ടും. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് നിങ്ങളെ എല്ലാവരെയും സമീപിച്ച് കാര്യമായ ഒന്നും നിങ്ങളോട് ആരോടും വാങ്ങിയിട്ടില്ല ഈ പള്ളിയുടെ നിർമ്മിതിക്കെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു 2-2.5 ലക്ഷം രൂപ സോളാർ ഫിറ്റ് ചെയ്യാൻ നമുക്ക് വേണം. ഈ സ്ലിപ്പ് കിട്ടിയാൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു തുക, അത് ഇന്നേക്ക് വേണ്ടിയല്ല, ഇവിടെ കൊടുക്കുകയല്ല, അതിൽ നിങ്ങളുടെ പേരും എഴുതുക, നിങ്ങളുടെ മൊബൈൽ നമ്പർ എഴുതുക, നിങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്ന സംഖ്യ എഴുതിയിട്ട് ഈ പള്ളി കമ്മിറ്റിക്കാരെ നിങ്ങൾ ഏൽപ്പിക്കുക. സ്ത്രീകളും അങ്ങനെ തന്നെ
നിങ്ങളും അങ്ങനെ ചെയ്യുക. സാധ്യമായാൽ അതൊരു വലിയ പുണ്യകരമായ കാര്യമാണ്. സർവശക്തനായ പടച്ചതമ്പുരാൻ നമ്മെ ഈ രംഗത്ത് വലിയ അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാവിധ തെറ്റുകളും അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. അനേക ഖുർആനിക വചനം ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞുപോയി. ഒരുപാട് വിവരണങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഖുതുബക്ക് പരിമിതിയുണ്ട്. ഇൻഷാ അല്ലാഹ് ഖുതുബക്ക് ശേഷം താല്പര്യമുള്ളവർ, സൗകര്യമുള്ളവർ, പെട്ടെന്ന് എണീറ്റ് പോകേണ്ട കുറെ ആളുകളുണ്ടാവും. അവരാർക്കും ഒരു തടസ്സമില്ല, നമുക്കൊക്കെ പോകാം. അല്ലാത്ത ആളുകളിരുന്നാൽ ഒരു കുറഞ്ഞ സമയം കൂടെ ഖുതുബ കഴിഞ്ഞ് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കും. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ന്യൂനതകൾ അല്ലാഹു പുറത്തു തരട്ടെ. നമ്മുടെ പ്രതിസന്ധികൾ അല്ലാഹു ദൂരീകരിച്ചു തരട്ടെ. ഈ രാജ്യം നേരിടുന്ന, മുസ്ലിങ്ങൾ നേരിടുന്ന, ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെ അല്ലാഹു ഏറ്റവും ലളിതമായി പരിഹരിക്കട്ടെ. ശത്രുവിന്റെ കൈകൾക്ക് അല്ലാഹു കൂച്ചുവിലങ്ങിടുമാറാകട്ടെ. അല്ലാഹുവെ, പലസ്തീനിലും ലോകത്തിന്റെ ഇതര ഭാഗത്തും പീഡിപ്പിക്കപ്പെടുന്നവർക്ക് നീ ആശ്വാസം നൽകണമേ. അല്ലാഹുവെ, ഞങ്ങളുടെ നോമ്പ് നീ കബൂൽ ചെയ്യണമേ. അല്ലാഹുവെ, ഞങ്ങളുടെ ഖുർആൻ പാരായണം നീ സ്വീകരിക്കണമേ. അല്ലാഹുവെ, ഞങ്ങളുടെ സക്കാത്തും സദഖയും നീ സ്വീകരിക്കണമേ. അല്ലാഹുവെ, ഞങ്ങളുടെ രാത്രി നമസ്കാരം നീ സ്വീകരിക്കണമേ. അല്ലാഹുവെ, ഞങ്ങളുടെ അത്തായത്തിൽ നീ ബർക്കത്ത് നൽകണമേ. അല്ലാഹുവെ, ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ സന്താനങ്ങളിലും നീ കൺകുളിർമ നൽകണമേ. മാതാപിതാക്കളെ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന മക്കളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിനൽ അംവാത്ത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ ലാ തുസിഗ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വാലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ